നമസ്കാരം, മൈ ഡോക്ടറിലേക്ക് സ്വാഗതം. അമിത ഭയവും പരിഹാര മാർഗങ്ങളും എന്ന വിഷയമാണ് മൈ ഡോക്ടർ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാനും പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് മറുപടി പറയാനുമായി ഇന്ന് മൈ ഡോക്ടറിൽ അതിഥിയായി എത്തിയിട്ടുള്ളത് പന്തളം ഹോളിസ്റ്റിക് സൈക്കോ സെന്ററിലെ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റായ ഡോക്ടർ രാജൻ ജോർജ് ആണ്. ഡോക്ടർ സ്വാഗതം പ്രോഗ്രാമിലേക്ക്. എല്ലാവരിലും ഉള്ളൊരു വികാരമാണ് ഭയം. പക്ഷേ ഈ ഭയം എങ്ങനെയാണ് ഒരു ഫോബിയയും അമിത ഭയവും ഒക്കെ ആയി മാറുന്നത്? ഭയം എല്ലാവർക്കും ഉണ്ട്, അത് ശരിയാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ഭയക്കുന്നത് ഭയത്തെയാണെന്ന് പറയും തമാശ. അമിത ഭയം അല്ലെ അകാരണ ഭയം എന്ന് നമ്മൾ പറയുന്നത് 10 പേരിയ്ക്കുമ്പോൾ 9 പേർക്കും ഇല്ലാത്ത ഭയം ഒരാൾക്ക് മാത്രം വരുമ്പോൾ അതിൽ അസ്വാഭാവികതയുണ്ട്. അത് ആ വ്യക്തി ആ സംഭവമോ സാഹചര്യമോ ആയിരിക്കത്തില്ല ഭയത്തിന് കാരണം, അദ്ദേഹത്തിൻ്റെ മൈൻഡ് സെറ്റിൻ്റെ പ്രോബ്ലമാണ്. ഇതാണ് ഫോബിയ. അകാരണമായ അമിത ഭയം അത് മനസ്സിൻ്റെ പ്രോബ്ലത്തിൽ നിന്ന് വൈകല്യത്തിൽ നിന്ന് വരുന്ന ഇതൊരു മാനസിക രോഗമല്ല. അമിതഭയം ഒരിക്കലും ഒരു മാനസിക രോഗം നമുക്ക് പറയാൻ പറ്റത്തില്ല, പക്ഷേ മാനസിക വൈകല്യമാണ്, ഡിസോർഡറാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ വരുമ്പോൾ പല വിധത്തിലുള്ള കാര്യങ്ങളോട്, സാഹചര്യങ്ങളോട്, വ്യക്തികളോട്, വസ്തുക്കളോട് ഒക്കെ തോന്നുന്ന ഈ അകാരണമായ അമിതഭയം പലപ്പോഴും ഒരു ചികിത്സയുടെ ഘട്ടത്തിലോട്ട് എത്താറുണ്ട്. അത് വളരെ ബുദ്ധിമുട്ടുണ്ടാകും. നമ്മുടെ ദൈനംദിന ജീവിതത്തിന് അത് പ്രയാസമായിട്ട് വരുമ്പോൾ അത് ചികിത്സയാണ് നമ്മുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്നത് അമിതഭയം എന്ന് പറയുമ്പോൾ, ഇപ്പോൾ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ സോഷ്യൽ ഫോബിയ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇന്ന് ചെറുപ്പക്കാരിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഭയമാണ് സോഷ്യൽ ഫോബിയ. ആളുകളുമായിട്ട് മിങ്കിൾ ചെയ്യാൻ പ്രയാസമാണ്. ഞാൻ ഓർക്കുന്നുണ്ട്, ചില ചെറുപ്പക്കാർ വന്നത് അവരുടെ ജംഗ്ഷനിൽ പോയൊരു സാധനം വാങ്ങിക്കാൻ അവർക്ക് പറ്റത്തില്ല. അവർ പരിചയമില്ലാത്ത ആളുകളുള്ള ജംഗ്ഷനിൽ പോയാൽ വാങ്ങിക്കത്തുള്ളൂ. സോ ദേ കനോട്ട് ഫേസ് പീപ്പിൾ. അപ്പോൾ ചിലപ്പോൾ ക്ലാസ്സൊക്കെ ഇട്ട് ആരും കാണാതൊക്കെ ആയിരിക്കും അവർ യാത്ര ചെയ്യുന്നത് തന്നെ. അവർക്ക് ആളുകളെ ഫേസ് ചെയ്യാൻ പറ്റത്തില്ല. ആ അവസ്ഥയിൽ ചികിത്സ ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ചിലർ ഒറ്റയ്ക്കിരിക്കാൻ പേടിയാണ്. ഇപ്പോൾ അടച്ചിട്ട് ഒരു മുറിക്കകത്തിരിക്കാൻ പറ്റത്തില്ല, ഒറ്റയ്ക്കിരുന്ന് ഉറങ്ങാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ലിഫ്റ്റിൽ കയറാൻ പറ്റത്തില്ല, അല്ലെന്നുണ്ടെങ്കിൽ വാഹനത്തിൽ കയറാൻ പറ്റത്തില്ല. ഈ അവസ്ഥയൊക്കെ വരുമ്പോൾ ട്രീറ്റ്മെൻറ്റിൻ്റെ ഘട്ടമാണ്. അത് ചികിത്സ ആവശ്യമുള്ള ഭയമായിട്ട് മാറുന്നു. ഭയങ്ങൾ നമുക്ക് 4 തരത്തിലാണ് ഭയം എന്ന് പറയുന്നത്. അതിലേക്ക് വരും മുമ്പ് ഡോക്ടർ, ആദ്യത്തെ ഒരു പ്രേക്ഷകനുണ്ട്. ഹലോ ഹലോ, ചോദിച്ചോളൂ ഡോക്ടറോട്. പറഞ്ഞോളൂ. ഹലോ ഡോക്ടർ. പറഞ്ഞോളൂ ഡോക്ടർ, ഞാൻ ഈ പറഞ്ഞ പോലെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇങ്ങനെ ഭയങ്കര ഭയം കാര്യങ്ങളൊക്കെയാണ്. ഹലോ, ഏത് കാര്യങ്ങളിലാണ് ഭയം? നമ്മളിപ്പോ ഇങ്ങനെ രാത്രിയൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ടോർച്ച് അടിച്ചു നോക്കുക, പിന്നെ ഭയങ്കര ഉത്കണ്ഠ വരാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച്. അപ്പോൾ ഇത്തരം ഭയം എന്ന് പറഞ്ഞാൽ ഇൻസെക്യൂരിറ്റി ഫീലിംഗ്. നമുക്ക് ഭയം 4 തരത്തിലുള്ളതിൽ ഇൻസെക്യൂരിറ്റി ഫീലിങ്ങിൻ്റെ ഭയമായി പറഞ്ഞത് എന്ന് പറഞ്ഞാൽ, നമുക്ക് ഇൻസെക്യൂരിറ്റി ഫീലിംഗ് വരുന്ന ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ, അല്ലെന്നുണ്ടെങ്കിൽ നടക്കാൻ പോകുന്ന കാര്യത്തെ ഓർത്തുള്ള ഭയം, നിശ്ചയമില്ലാത്ത കാര്യങ്ങൾ പെട്ടുപോകുമ്പോൾ, അതായത് മുറിക്കകത്ത് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഉള്ള ഭയമായാലും, അടച്ചിട്ട മുറിയിലിരിക്കുമ്പോൾ ഉള്ള ഭയമായാലും, ലിഫ്റ്റിൽ കയറുമ്പോൾ ഉള്ള ഭയമായാലും, വാഹനങ്ങൾ കയറുമ്പോൾ ഉള്ള ഭയമായാലും ഫിയർ ഓഫ് ഇൻസെക്യൂരിറ്റി എന്ന് പറയും. അതുപോലെ വേറൊരു ഭയമാണ് ഫിയർ ഓഫ് അൺനോൺ. ഇരുട്ടിനെ ഭയമാണ്, മരണത്തെ ഭയമാണ്. അൺനോൺ, നമുക്ക് അറിഞ്ഞുകൂടാത്ത കാര്യത്തോടുള്ള ഭയം. ആ മരണഭയമുള്ള ധാരാളം പേരുണ്ട്, ചികിത്സയ്ക്കായിട്ട് എത്തുന്നുണ്ട്. അവർക്ക് എപ്പോഴും ആ ഒരു തോന്നലാണ്. പക്ഷേ മരണമെന്ന പ്രതിഭാസത്തോടല്ല അവരുടെ ഭയം. ഇൻസെക്യൂരിറ്റി ഫീലിംഗ് മനസ്സിൽ വരുമ്പോഴുണ്ടാകുന്ന ഫോബിയാണ് ഈ മരണഭയം എന്ന് പറയും. പിന്നെ വരുന്നതാണ് ഫിയർ ഓഫ് നേച്ചർ. പ്രകൃതിയിലുള്ള ജീവജാലങ്ങളോടും വസ്തുക്കളോടുമുള്ള ഭയം വരാം. ഇപ്പോൾ ഉദാഹരണത്തിന് പല്ലിയെ ഭയക്കുന്നവരുണ്ട്, പാറ്റയെ ഭയക്കുന്നവരുണ്ട്. അതൊക്കെ നിരുപദ്രവകാര്യമാണ്. അതുപോലെ വെള്ളം, അല്ലെന്നുണ്ടെങ്കിൽ ഇടി, മിന്നൽ, തീയ്, ഇതിനോടൊക്കെ അമിത ഭയം വരുന്ന ആളുകളുണ്ട്. പിന്നെ വരുന്നതാണ് ഫിയർ ഓഫ് പീപ്പിൾ, സോഷ്യൽ ഫോബിയ. ഞാൻ പറഞ്ഞത് സോഷ്യൽ ഫോബിയ ആണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മളൊരു ചികിത്സയ്ക്കായിട്ട് എത്തുന്ന ഭയമായിട്ട് ക്ലാസിഫൈ ചെയ്ത് വരുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ ചെറുപ്പക്കാരുടെ ഇടയിൽ അത് വളരെ കൂടുതലാണ്. പഠിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ചെറിയ ഭയമൊക്കെ ആയിരിക്കും, പക്ഷേ ഒരു ജോലിക്കൊക്കെ കയറി അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഡിഫറൻറ്റ് സിറ്റുവേഷനിൽ ചെന്ന് കഴിയുമ്പോൾ ഇത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കി അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാതെ പാനിക് അറ്റാക്കിൻ്റെ അവസ്ഥയിലോട്ടൊക്കെ പോകുന്ന അവസ്ഥ വരും. അന്നേരം ട്രീറ്റ്മെൻറ്റ് ആവശ്യമുണ്ട്. ഈ സോഷ്യൽ ഫോബിയ നമ്മുടെ കരിയറിനെ പോലും ദോഷകരമായി ബാധിക്കുന്നു. തീർച്ചയായിട്ടും. എനിക്ക് എഞ്ചിനീയേഴ്സ് തന്നെ, ഞാൻ ഓർക്കുന്നുണ്ട്, ബാംഗ്ലൂരിൽ നിന്ന് എഞ്ചിനീയേഴ്സ് തന്നെ കഴിഞ്ഞ മാസം എൻ്റെ അടുത്ത് 2-3 പേരുണ്ടായിരുന്നു. സോഷ്യൽ ഫോബിയാണ്. അവർക്ക് അവിടെ ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം ദേ കനോട്ട് മിങ്കിൾ വിത്ത് പീപ്പിൾ. അവരൊരു പക്ഷേ പഠിച്ച കാലത്ത് അത്രയും ബുദ്ധിമുട്ട് വന്ന് കാണത്തില്ല, അവരുടെ ആ റൊട്ടീനിൽ അങ്ങ് പോയാൽ. പക്ഷേ ഒരു ഡിഫറൻറ്റ് സിറ്റുവേഷനിൽ അവരെ എക്സ്പോസ് ചെയ്യുമ്പോൾ അവർക്കത് ബുദ്ധിമുട്ടാണ്, അവർക്കത് പറ്റത്തില്ല. ഈ ഫോബിയ ഉണ്ടാകുന്നതിന് പല കാരണങ്ങളുണ്ട്. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അതിന് ഭയമെന്ന് പറയുന്നത് അതിൻ്റെ അമ്മയുടെ അടുത്തു നിന്ന് അത് മാറിക്കിടക്കുമ്പോൾ അല്ലെ വലിയ ശബ്ദം ഈ 2 ഭയങ്ങളേ ഉള്ളൂ. പക്ഷേ പിന്നീട് അതിൻ്റെ മനസ്സിലോട്ട് നമ്മൾ ഭയം കുത്തിക്കയറ്റുകയാണ്. പ്രേത കഥകൾ പറഞ്ഞും പലതും പറഞ്ഞ് അതിനെ പേടിപ്പിച്ച് മറ്റുള്ളവരിൽ നിന്ന് കിട്ടുന്ന ഇൻസ്ട്രക്ഷൻസ്, അതിന് കിട്ടുന്ന അനുഭവങ്ങളിലൂടെ ഭയത്തിൻ്റെ ഒരു അന്തരീക്ഷത്തിലേക്ക്
ഈ കുട്ടിയുടെ മനസ്സിനെ കൊണ്ടുപോവുകയാണ്. പിന്നെ വരുന്നതാണ് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന കുറ്റബോധങ്ങൾ, അതുപോലെ തന്നെ സംശയങ്ങൾ, നഷ്ടബോധങ്ങൾ, അപകർഷത, ഇതെല്ലാം ഭയമുണ്ടാകും. പിന്നെ ഭയം ഏറ്റവും കൂടുതൽ റിലേറ്റ് ചെയ്ത് വരുന്നതാണ് മറ്റു മാനസിക രോഗങ്ങളുടെ ഭാഗമായിട്ടും ഭയം വരും. ഇപ്പോൾ എൻ്റെ അടുത്ത് തന്നെ ഈ ഭയത്തിൻ്റെ ചികിത്സയ്ക്ക് എന്ന് പറഞ്ഞായിരിക്കും ആദ്യം വരുന്നത്. പക്ഷേ നമ്മൾ നോക്കുമ്പോൾ മറ്റു മാനസിക രോഗങ്ങളുടെ ഭാഗമാണ് ഈ ഭയം. ഉദാഹരണത്തിന് സ്കിസോഫീനിയ രോഗം, അല്ലെ ഡിപ്രഷൻ രോഗം, ഈ രോഗങ്ങളിലൊക്കെ ഭയമുണ്ട്. പക്ഷെ കാണുമ്പോൾ ഇയാൾ ഭയക്കുന്നു, പുറത്തോട്ട് ഇറങ്ങുന്നില്ല, ആളുകളെ കാണുന്നില്ല എന്ന് മാത്രമായിരിക്കും മറ്റുള്ളവർ കാണുന്നത്. പക്ഷേ അത് അനലൈസ് ചെയ്യുമ്പോൾ മറ്റു മാനസിക രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഭയമായിട്ട് ഇത് കാണാൻ സാധിക്കും. ഓക്കെ ഡോക്ടർ, വീണ്ടും ഒരു കോളർ ഉണ്ട്. യെസ്, ഹലോ. ഹലോ, എൻ്റെ പേര് ഫസ്റ്റിലാണ്, ഞാൻ അബുദാബിയാണ് വിളിക്കുന്നത്. ചോദിച്ചോളൂ ഡോക്ടറോട്. പറഞ്ഞോളൂ. ഓക്കെ, എനിക്ക് ഇതുപോലെ തന്നെ ഇടക്ക് ആവശ്യമില്ലാതെ പേടി ഭയങ്ങളൊക്കെ വരുന്നുണ്ട്. അതായത് എന്തെങ്കിലും അസുഖം വരികയാണെങ്കിൽ അതിന് വേറെ എന്തെങ്കിലും അസുഖമായി മാറുമോ അങ്ങനെയൊക്കെ. പിന്നെ ഇവിടെ വന്നിട്ട് ബ്ലഡ്, എനിക്ക് മൂക്കിൽ നിന്ന് ഇങ്ങനെ ബ്ലഡ് വന്നിരുന്നു. അതിന് ക്ലൈമറ്റ് ആണോന്ന് അറിയില്ല. അപ്പൊ ഞാൻ ഇവിടുന്ന് ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്തപ്പോൾ പ്രശ്നമൊന്നുമില്ല. എന്നാലും അത് ഭാവിയിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നമാകുന്നില്ലൊക്കെ. അതെ, അത് മനസ്സിൻ്റെ ഒരു ഫോബിയ തന്നെയാണ്. പല അസുഖങ്ങളെ ഓർത്തുള്ള ഫോബിയാണ് നിങ്ങൾക്കുള്ളത്. ഈ ഫോബിയ മാറ്റിയെടുക്കേണ്ടതാണ്. ഇതിന് ഫോബിയയുടെ കൂടെ തന്നെ ഹൈപ്പോകോൺട്രിയാസ് എന്ന് പറയുന്നൊരു അവസ്ഥ കൂടെ ഉണ്ട് മനസ്സിൻ്റെ. ഏത് രോഗം കേട്ടാലും അതെനിക്കുണ്ട്, എനിക്കത് വരാം എന്നൊക്കെയുള്ള ചിന്തകൾ. ചിലർക്ക് ഈ ഹോസ്പിറ്റൽ കാണുമ്പോൾ പേടിയാണ്, മരുന്നുകൾ കാണുമ്പോൾ പേടിയാണ്, രോഗത്തെപ്പറ്റി കേൾക്കുമ്പോൾ പേടിയാണ്. ഇതെല്ലാം ഹൈപ്പോകോൺട്രിയാസിൽ കൂടെ വരുന്നതാണ്. ഭയമാണ് അതിൻ്റെ ബേസിക്കായിട്ടുള്ള കാരണം തന്നെ. ഏത് കണ്ടാലും അതിനെ ഭയക്കുന്ന മനസ്സിൻ്റെ അവസ്ഥ അത് ചികിത്സിച്ച് മാറ്റേണ്ടതാണ്. ഈ അമിത ഭയം ശാരീരിക ബുദ്ധിമുട്ടുകൾക്ക് കാരണമാകുന്നു. തീർച്ചയായിട്ടും അമിത ഭയം വന്നു കഴിയുമ്പോൾ പാനിക് അറ്റാക്ക് വരാം. പാനിക് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഹാർട്ട് അറ്റാക്ക് പോലെ തന്നെ തോന്നിക്കും. ഹാർട്ട് ബീറ്റ് അങ്ങ് കൂടും, വിയർക്കും, വിറയ്ക്കും, ഗാസ്ട്രിക് പ്രോബ്ലംസ് വരും, അതുപോലെ തന്നെ തൊണ്ട വരളും, പിന്നെ നമുക്ക് മലശോധന കൂടുതലായിട്ട് ഉണ്ടാകും. അങ്ങനെ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ പലതും ഭയം ശാരീരിക തലത്തിലോട്ട് വ്യാപിക്കുമ്പോൾ വരുന്നുണ്ട്. പാനിക് അറ്റാക്ക് തന്നെ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഹാർട്ട് അറ്റാക്കാണ്, ഹാർട്ടിൽ നിന്ന് ഞാൻ ചത്തുപോകുന്നുള്ള ഭയമായി അവർക്ക് വരും. പക്ഷേ ഹാർട്ടിനൊരു കുഴപ്പമില്ല. ഹോസ്പിറ്റലിൽ പോയി 2 ദിവസം റെസ്റ്റൊക്കെ എടുത്ത് ട്രിപ്പൊക്കെ ഇട്ട് കഴിയുമ്പോൾ പിന്നെ ECG ഒക്കെ നോക്കി കഴിയുമ്പോൾ ഹാർട്ട് ഫുൾ ഫങ്ഷനിങ് ആണ്. ഈ ഭയമാണ് ആ പ്രശ്നം ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ IBS, ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം, ശാരീരികമായിട്ട് വരുന്ന ഭയത്തിൻ്റെ ഒരു പ്രോഡക്റ്റാണ്. ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം എന്ന് പറഞ്ഞാൽ പല ആവർത്തി മലശോധനയ്ക്കുള്ള ടെൻഡൻസി. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് തലച്ചോറിലെ ലിംബിക് സിസ്റ്റം ആക്ടിവേറ്റഡ് ആകുമ്പോൾ നമ്മുടെ വൻകുടലിലെ ഗാസ്ട്രോളിക് റിഫ്ലെക്സുകൾ പല ആവർത്തി സങ്കോചിക്കുകയും വികസിക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രതിഭാസമാണ്. ചിലരൊക്കെ ഉണ്ട് നമ്മുടെ അടുത്ത് ട്രീറ്റ്മെൻറ്റ് വരുമ്പോൾ പറയുന്നതാണ് 7-8 പ്രാവശ്യം മലശോധന കഴിഞ്ഞ് മാത്രമേ അവർക്ക് പുറത്തോട്ടൊന്ന് ഇറങ്ങാൻ പറ്റത്തുള്ളൂ. ഇത് മരുന്ന് കൊടുത്ത് ചികിത്സിക്കേണ്ട ഒരു മനോരോഗമല്ല, ഇതൊരു വൈകല്യമാണ്. ആ വൈകല്യത്തിനാവശ്യം മനസ്സിനെ ശരിയാക്കി ആ ഭയത്തെയും ഉത്കണ്ഠയും സ്ട്രെസ്സ് ഉണ്ടാക്കുന്ന അത് കളയുക എന്നുള്ളതാണ്. കളഞ്ഞു കഴിയുമ്പോൾ ഇവർക്കത് മാറ്റാൻ സാധിക്കും. പാനിക് അറ്റാക്ക് ആണെങ്കിൽ തന്നെ വരുന്ന സമയത്ത് മരുന്നുകൾ കഴിച്ചതുകൊണ്ടോ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ചെയ്തുകൊണ്ടോ ഇതിൻ്റെ പരിഹാരമാകുന്നില്ല. ഭയമാണിത് ഉണ്ടാക്കുന്നുള്ള മനസ്സിലാക്കി ആ രീതിയിൽ ഭയത്തെ മാറ്റിക്കഴിഞ്ഞാൽ അവർക്കത് റിക്കവർ ചെയ്യാൻ സാധിക്കും. ഓക്കെ ഡോക്ടർ, വീണ്ടും ഒരു പ്രേക്ഷകനുണ്ട്. ഹലോ. ചോദിച്ചോളൂ ഡോക്ടറോട്. പറഞ്ഞോളൂ. ഹലോ സാർ, ഞാൻ ഈ ഒരാളത്ത് പോകുമ്പോൾ ഒരാളെ കാണുമ്പോൾ അവർ നമ്മളെ കുറിച്ച് എന്താണ് വിചാരിക്കുക, അല്ലെങ്കിൽ അത് പിന്നെ ഒരു ടെൻഷൻ നമ്മളിപ്പോ എന്താണ് നമ്മളെ കുറിച്ച് മോശമായിട്ടാണോ അത് കാണാൻ, നല്ലതായിട്ടോട് കാണോ, അങ്ങനെ ഒരു. അതെ, മനസ്സിലായി. അത് സോഷ്യൽ ഫോബിയ എന്ന് പറയുന്നതിൻ്റെ ഒരു സിംറ്റം തന്നെയാണ്. അതായത് ഞാൻ പുറത്തിറങ്ങുമ്പോൾ ആളുകൾ എന്നെപ്പറ്റി എന്തെങ്കിലും പറയുകയാണോ, എന്നെ അവർ സംശയത്തോടെ നോക്കുന്നുണ്ടോ, അല്ലെന്നുണ്ടെങ്കിൽ അവരെല്ലാം എന്നെ ശ്രദ്ധിക്കുകയാണ് തുടങ്ങിയ തോന്നലുകൾ മനസ്സിലേക്ക് കടന്നു വന്ന് നമ്മൾ ചൂളിപ്പോവും. പിന്നെ പുറത്തിറങ്ങാൻ ബുദ്ധിമുട്ട് വരും. എനിക്ക് അറിയാം, ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ തന്നെ, അദ്ദേഹം താമസിക്കുന്ന വീടിന് തൊട്ടടുത്താണ് ഓഫീസ്, എങ്കിൽ പോലും ഗ്ലാസ്സൊക്കെ ഇട്ട് കാറിൽ ഒരു ഫർലോങ് പോലും ഇല്ലാത്ത ദൂരം കാറിലേ പോകുള്ളൂ. കാരണം ആളുകളെ ഫേസ് ചെയ്യാൻ വയ്യ. ആളുകളെ ഫേസ് ചെയ്ത് കഴിയുമ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര അസ്വസ്ഥതയാണ്. ഇത് സോഷ്യൽ ഫോബിയയുടെ പ്രോബ്ലം തന്നെയാണ്. അത് സൈക്കോതെറാപ്പി ട്രീറ്റ്മെൻറ്റിലൂടെ തീർച്ചയായിട്ടും മാറ്റിയെടുക്കാവുന്ന ഒരു ബുദ്ധിമുട്ടാണ്. ഈ അമിത ഭയത്തിന് ചികിത്സ തേടേണ്ട സമയം എപ്പോഴാണ്? അമിത ഭയത്തിന് ചികിത്സ തേടുന്നത് നമ്മുടെ ദൈനംദിന ജീവിതത്തെ അത് ബാധിക്കുമ്പോൾ. ഇപ്പോൾ ഉറങ്ങാൻ പറ്റത്തില്ല, ഒറ്റയ്ക്കിരിക്കാൻ പറ്റത്തില്ല, ഇതൊക്കെ ബുദ്ധിമുട്ടുകളാണ്. അതുപോലെ തന്നെ ഓഫീസിൽ പോയി ജോലി ചെയ്യാൻ പറ്റത്തില്ല, അകപ്പാടെ അസ്വസ്ഥതകളാണ്. ആ സമയം ചികിത്സ ആവശ്യമുണ്ട്. കാരണം അല്ലെങ്കിൽ ആ വ്യക്തിയുടെ പെർഫോമൻസിനെ അത് ബാധിക്കും. പേഴ്സണൽ പെർഫോമൻസിനെയും അതുപോലെ തന്നെ അയാളുടെ ഒഫീഷ്യൽ പെർഫോമൻസിനെയും സോഷ്യൽ പെർഫോമൻസിനെയും അത് ബാധിക്കുന്ന ഘട്ടം വരുമ്പോൾ ചികിത്സ ആവശ്യമുണ്ട്. ഇല്ലെങ്കിൽ അയാളുടെ പേഴ്സണാലിറ്റിയെ തന്നെ അത് മോശമാക്കി കളയും. ആളുകൾ അയാളെ പറ്റി മോശമായിട്ട് ചിന്തിക്കും.
കാരണം ഒരുപക്ഷെ അയാൾ മിടുക്കനായിരിക്കും, നല്ലൊരു വർക്കറായിരിക്കും ഓഫീസിൽ, പക്ഷേ അയാൾക്ക് ആരുമായിട്ടും ഫേസ് ചെയ്യാനോ സംസാരിക്കാനോ ഒന്നും പറ്റത്തില്ല. ചിലപ്പോൾ ഓപ്പോസിറ്റ് സെക്സിനോടായിരിക്കും അയാളുടെ ഭയം, ചിലപ്പോൾ സീനിയേഴ്സിനോടായിരിക്കും ഭയം, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനെ ആയിരിക്കും ഭയം, അല്ലെങ്കിൽ അപരിചിതരെ ആയിരിക്കും ഭയം, അല്ലെങ്കിൽ പരിചയമുള്ളവരെ ആയിരിക്കും ഭയം. നമുക്ക് പറയാൻ പറ്റത്തില്ല ഏത് രീതിയിൽ അത് വരും. ഏതായാലും ആ ഘട്ടം വരുമ്പോൾ ചികിത്സ വളരെ ആവശ്യമാണ്. അതിന് എഫക്റ്റീവായിട്ടുള്ള സൈക്കോതെറാപ്പി ട്രീറ്റ്മെൻറ്റുകളുണ്ട്. അതിനകത്തൂടെ മാത്രമേ ഈ ഭയം നമുക്ക് മാറ്റാൻ പറ്റത്തുള്ളൂ. ഓക്കെ ഡോക്ടർ, പ്രേക്ഷകയുണ്ട്. ഹലോ ഹലോ, ചോദിച്ചോളൂ ഡോക്ടറോട്. ഡോക്ടർ. യെസ്. പിന്നെ എനിക്കാണെങ്കിൽ 52 വയസ്സുണ്ട്. ആ, എനിക്കെന്ന് പറഞ്ഞത് ഒരു 10 വർഷം കൊണ്ട് തുടങ്ങിയതാ. പെട്ടെന്നൊരു ടെൻഷനും ഭയവും, പിന്നെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും വന്നാൽ പെട്ടെന്ന് ഓർമ്മക്കേട് വരും, മറ്റാർക്കെങ്കിലും എന്തെങ്കിലും അസുഖം വന്നാൽ പെട്ടെന്ന് ഓർമ്മക്കേട് വരും, ബ്ലഡ് കാണാൻ പറ്റത്തില്ല, പിന്നെ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റില്ല, എന്തൊരു കണ്ടാലും ഇപ്പോഴേക്ക് അബോധാവസ്ഥയാവും. ഞാൻ 9 വർഷം കൊണ്ട് ഡയറ്റ് 50 കഴിക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ പല പ്രോബ്ലം ഉണ്ട്, എന്താണെന്ന് അറിയത്തില്ല. പെട്ടെന്ന് എന്തെങ്കിലും ടിവിയിൽ എന്തെങ്കിലും ഒരു മരണ വാർത്ത കേട്ടാലും മതി. ഇത് ടിപ്പിക്കൽ ഫോബിയ തന്നെയാണ്. ഇപ്പോൾ മരുന്ന് കഴിക്കുന്നെന്ന് പറഞ്ഞു, മരുന്നൊരു സെഡേഷൻ എഫക്റ്റ് കൊടുത്തുകൊണ്ട് അത് മരവിപ്പിക്കുന്നെന്നുള്ളതേ ഉള്ളൂ. ഫോബിയയ്ക്ക് ഒരു മരുന്നും ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. അങ്ങനൊരു മരുന്ന് കൊണ്ടുള്ള എഫക്റ്റീവ് ആകുന്നതുമല്ല ഫോബിയ. പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ഇതിന് മരുന്ന് കഴിച്ചാൽ മാറുന്നുള്ള, ഒരിക്കലും ഇല്ല. ഫോബിയ എന്ന് പറയുന്ന മനസ്സിൻ്റെ ഒരു വൈകല്യമാണ്. അതിനെ മനഃശാസ്ത്ര ചികിത്സയിലൂടെ മാറ്റിയെങ്കിലേ പറ്റത്തുള്ളൂ. മാഡത്തിന് പറഞ്ഞ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് മരുന്നുകൊണ്ട് മാറ്റാവുന്നതല്ല. മക്കളെ ഓർത്തും മറ്റു കാര്യങ്ങളിലുള്ള ഭയവും ഉത്കണ്ഠയാണ് വന്നിരിക്കുന്നത്. അത് ആ മനസ്സിനെ നമ്മൾ പ്രോസസ്സ് ചെയ്ത് മനസ്സിനെ ധൈര്യപ്പെടുത്തി കോൺഫിഡൻസ് തരുന്ന പ്രോസസ്സാണ് സൈക്കോതെറാപ്പി, റീസ്ട്രക്ചറിങ് യുവർ പേഴ്സണാലിറ്റി ആൻഡ് തോട്ട്സ്. ആ പ്രോസസ്സിലൂടെ മാത്രമേ നിങ്ങളുടെ ഭയം മാറ്റിയെടുക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ ഡോക്ടർ, പ്രേക്ഷകൻ കൂടിയുണ്ട്. ഹലോ ഹലോ, ചോദിച്ചോളൂ ഡോക്ടർ. യെസ്. ഇത് എനിക്കെന്താ വെച്ചാൽ എന്തെങ്കിലും ഒരു കൂടുതൽ വല്ല ബഹളം ഉണ്ടാവുന്ന സമയമോ അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ വയറിന്റെ അടിഭാഗത്തു നിന്ന് മുതലൊരു വേദന ഇങ്ങനെ ശരിക്കും ഇങ്ങനെ വരും. ഒരു ഗ്യാസിന്റെ ഒക്കെ പോലെ ഇങ്ങനെ നെഞ്ചു ഭാഗത്തേക്ക് അത് ഇങ്ങനെ വരും. അതിങ്ങനെ കുറച്ചൊരു മണിക്കൂർ നേരമൊക്കെ അത് ശരിക്കും ഇങ്ങനെ നിൽക്കുന്നുണ്ട്. വയറിനുണ്ടാകുന്ന അസ്വസ്ഥത അതാണ് അല്ലേ? പ്രത്യേക ഈ അസ്വസ്ഥമായ സാഹചര്യങ്ങളിൽ പെടുമ്പോൾ വരുന്ന വയറിന്റെ ബുദ്ധിമുട്ട്. അതെ, ഒരു അടിപിടി പോലെ അങ്ങനെ എന്തെങ്കിലും അടിപിടി ഉണ്ടാക്കുന്ന ഒരാളല്ല. അങ്ങനെ എന്തെങ്കിലും ഒരു ക്ലാഷ് ഒക്കെ ഉണ്ടാവും. കുറച്ച് കഴിയുമ്പോൾ മാറുകയും ചെയ്യും അല്ലേ? കുറച്ച് കഴിയുമ്പോൾ മാറുകയും ചെയ്യും. അതൊരു 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ അത് അങ്ങനെ മാറുന്നുണ്ട്. ഞാൻ മുമ്പേ പറഞ്ഞായിരുന്നു, ഭയം അധികരിച്ച് കഴിയുമ്പോൾ നമ്മുടെ ബോഡി അത് ബാധിക്കും. നമ്മുടെ ഇൻഡസ്റ്റൈൻ, വൻകുടലിനെയും ചെറുകുടലിനെയും ഒക്കെ അത് ബാധിക്കും. വയറിനകത്ത് അസ്വസ്ഥതകൾ വരും, ഗ്യാസ്ട്രിക് പ്രോബ്ലംസ് വരും, മലശോധനയ്ക്കുള്ള ടെൻഡൻസി വരും. ആ കൂട്ടത്തിൽ പെട്ടതാണ് നമ്മളുടെയും അസ്വസ്ഥത. അതിന് മനഃശാസ്ത്ര ചികിത്സയിലൂടെ, പ്രത്യേകിച്ച് സൈക്കോതെറാപ്പിയിലൂടെ എഫക്റ്റീവായിട്ടത് മാറ്റിയെടുക്കാൻ തീർച്ചയായിട്ടും സാധിക്കും കേട്ടോ. അമിത ഭയത്തിന് സാധാരണയായിട്ട് നൽകുന്ന ചികിത്സകൾ എന്തൊക്കെയാണ്? അമിത ഭയത്തിന് ഞാൻ പറഞ്ഞായിരുന്നു. അമിത ഭയത്തിന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടാണ് ഈ ഭയം വരുന്നതെന്നുള്ള ആദ്യം നോക്കണം. ഇപ്പോൾ ഉദാഹരണത്തിന് സ്കില്ലില്ലായ്മ, ഇപ്പോൾ സോഷ്യൽ ഫോബിയയുടെ കാര്യം ഞാൻ പറഞ്ഞു. പുറം ലോകത്തിറങ്ങി ആളുകളുമായിട്ട് മിങ്കിളി ചെയ്യാത്ത ഒരാളിന് പുറത്തിറങ്ങുമ്പോൾ ഭയം എന്ന് പറയുന്നത് സ്വാഭാവികമല്ലേ? അപ്പോൾ അതിന് അയാൾക്ക് ആ സ്കില്ലുണ്ടാക്കിയെടുക്കണം. ഇൻ്റർപേഴ്സണൽ സ്കില്ലുണ്ടാക്കണം, കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ടാക്കണം. അതുപോലെ തന്നെ പരീക്ഷയെ ഭയക്കുന്ന ഒരു കുട്ടി ഭയങ്കര പരീക്ഷാ പേടിയാണ്, ശരിക്കും പഠിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ആ ഭാഗം സ്കില്ല് ഡെവലപ്പ് ചെയ്യുക. സ്കില്ലുണ്ടെങ്കിൽ കൂടെ ഭയമാണെന്നുണ്ടെങ്കിൽ അത് മനസ്സിൻ്റെ വൈകല്യമാണ്. അതിന് സൈക്കോതെറാപ്പിയാണ് നമ്മൾ കൊടുക്കുന്നത്. സൈക്കോതെറാപ്പി തന്നെ പല തെറാപ്പികളുണ്ട്. അതിൽ സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷനാണ് കൂടുതലായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തിനെ ഭയക്കുന്നോ അതിനെ കുറേശ്ശെയായിട്ട് മനസ്സുമായിട്ട് അങ്ങോട്ട് സെൻസിറ്റൈസ് ചെയ്ത് പതിയെ കൂടുതലാക്കി മനസ്സിലോട്ട് കൊണ്ടുവരിക. അതുപോലെ ഫിസിക്കൽ ലെവൽ ചെയ്യാൻ പറ്റുന്നതാണ്. മനസ്സിനെ അതുമായിട്ട് അങ്ങ് പൊരുത്തപ്പെടുത്തിക്കുന്ന ഒരു പ്രോസസ്സാണത്. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ പാമ്പിനെ എല്ലാവർക്കും പേടിയുണ്ട്. അപ്പോൾ ആദ്യം പാമ്പിൻ്റെ ഒരു പടം കാണിക്കുക, പിന്നെ ഒരു ചത്ത പാമ്പിനെ ദൂരെ കാണിക്കുക, ചത്ത പാമ്പിനെ അടുത്ത് കാണിക്കുക, ജീവനുള്ള പാമ്പിനെ കുറേ ദൂരെ കാണിക്കുക, കുറച്ചടുത്ത് കാണിക്കുക. ഇങ്ങനെ ഡീസെൻസിറ്റൈസ് ചെയ്ത് മനസ്സിനെ, ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞാണ്. ഇതുപോലെ ആൾക്കൂട്ടത്തെ ഫേസ് ചെയ്യാനുള്ളതിനും ഫിസിക്കൽ ലെവലിൽ തന്നെ ഈ ആളിനെ കുറേശ്ശെയായിട്ട് ഈ ആൾക്കൂട്ടത്തിലോട്ട് ഇറക്കി അത് തെറാപ്പിസ്റ്റ് ചെയ്യേണ്ട ജോലികളാണ്. ഈ രീതിയിൽ ഡീസെൻസിറ്റൈസ് ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റും. അതാണ് ഭയത്തിന് കൊടുക്കാവുന്ന ഏറ്റവും നല്ലത്. പിന്നെ സ്കില്ല് ഞാൻ പറഞ്ഞായിരുന്നു, സ്കില്ല് ഡെവലപ്പ് ചെയ്യണം. സ്കില്ലിൽ ഏത് ഭാഗമാണ്? ഇപ്പോൾ തിരക്കുള്ള റോഡിലൂടെ ഡ്രൈവിങ്ങിന് ബുദ്ധിമുട്ടുള്ള ഒരാൾ പറയുകയാണ് എനിക്ക് ഡ്രൈവ് ചെയ്യാം, പക്ഷേ അയാൾ നല്ല ഡ്രൈവറാണോ എന്ന് നോക്കണം. നല്ല ഡ്രൈവർ അല്ലെങ്കിൽ ആദ്യം ഡ്രൈവിംഗ് സ്കില്ലുണ്ടാക്കണം.
പക്ഷേ നല്ല ഡ്രൈവറാണ്, പക്ഷേ ഓടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ദറ്റ് ഈസ് ഫോബിയ. ഓക്കെ. അതിന് സൈക്കോതെറാപ്പി ട്രീറ്റ്മെൻറ്റ് തന്നെ കൊടുക്കണം. മൈൻഡ് സെറ്റിനെ മാറ്റി, കാരണം ഭയം വരുന്നത് മനസ്സിൻ്റെ അവസ്ഥയിലാണ്, ചിന്താമണ്ഡലത്തിലാണ്. ആ ചിന്താമണ്ഡലത്തെ പ്രോസസ്സ് ചെയ്യുന്ന തെറാപ്പിയാണ് അതിന് ഏറ്റവും ആവശ്യമായിട്ട്. കുറേ ഉപദേശം കൊടുത്തുകൊണ്ട് കാര്യമില്ല, കുറേ കൗൺസിലിംഗ് കൊടുത്തുകൊണ്ട് ഭയം മാറത്തില്ല. സൈക്കോതെറാപ്പി തന്നെ ചെയ്ത് മൈൻഡ് സെറ്റിനെ റെഡിയാക്കി കഴിയുമ്പോഴേ ആ ഭയം മാറത്തുള്ളൂ. ഡോക്ടർ, ഒരു പ്രേക്ഷകനുണ്ട്. ഹലോ. ഹലോ, ചോദിച്ചോളൂ. പറഞ്ഞോളൂ. ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ, നമസ്കാരം. നമസ്കാരം, പറഞ്ഞോളൂ. സാർ, എൻ്റെ പേര് മജീദ് എന്നാണ്. ഞാൻ സൗദി അറേബ്യയിൽ നിന്ന് വിളിക്കുന്നത്. എനിക്ക് 40 വയസ്സായി. സാർ, എനിക്കുള്ള പ്രശ്നം എന്താ വെച്ചാൽ, എനിക്ക് ഇപ്പൊ നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ അതിൽ കേട്ടതുപോലെ എനിക്ക് പിന്നെ ടെൻഷൻ ഏത് കാര്യത്തിനും നിസ്സാര ഒരു പ്രശ്നത്തിന് ഇങ്ങനെ വെറുതെ ടെൻഷൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം. എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ കുറിച്ച് ഇങ്ങനെ വീണ്ടും ഇങ്ങനെ അതിങ്ങനെ ചിന്തിച്ച് ടെൻഷൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. പിന്നെ മാത്രമല്ല, പിന്നെ വീട്ടില് ഭാര്യമാരോടും മക്കളോടും ഉമ്മാനോടും വാപ്പാനോടൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൽ നിസ്സാര ഒരു പ്രശ്നങ്ങൾ എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ അതിന് ദേഷ്യം കൂടുതൽ സംസാരിക്കാൻ പറ്റാതെ ചിലപ്പോൾ ഫോണൊക്കെ ചെയ്യുകയാണെങ്കിൽ ഫോണൊക്കെ കട്ടാകും. അങ്ങനെ വീട്ടിൽ നിന്നൊക്കെ എപ്പോഴും ഇങ്ങനെ ഒരു ദേഷ്യം കൂടുതലുള്ള ഒരു സ്വഭാവം. ശരി, ഓക്കെ. അപ്പോൾ ഇപ്പോൾ ഇദ്ദേഹം പറയുന്നത് ടെൻഷനെ പറ്റിയാണ്. നമ്മളുടെ സബ്ജക്റ്റ് ഫോബിയ ആണെങ്കിലും ടെൻഷനും ഏതാണ്ട് ഇതേ രൂപത്തിലുള്ള ഒരു മാനസികാവസ്ഥയാണ്. നമുക്ക് ഉത്കണ്ഠ അല്ലെങ്കിൽ ടെൻഷൻ മനസ്സിനുണ്ടാകുന്ന ഭയം വ്യത്യസ്തമാണ് കേട്ടോ. പക്ഷേ ടെൻഷനും നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ടെൻഷനും ക്രിയേറ്റ് ചെയ്യുന്ന ചിന്താമണ്ഡലത്തിലാണ്. അതിനും ഫോബിയ പോലെ തന്നെ ഞാൻ പറഞ്ഞതുപോലെ മനഃശാസ്ത്ര ചികിത്സ കൊടുത്ത് ആ ടെൻഷന് കാരണമായ കാര്യങ്ങളെ നമ്മളുടെ മനസ്സുമായിട്ട് പൊരുത്തപ്പെടുത്തി ഡീസെൻസിറ്റൈസ് എടുത്തു കഴിഞ്ഞാൽ ആ ടെൻഷൻ അല്ലെ ഉത്കണ്ഠ മാറ്റാൻ പറ്റും. ഓക്കെ. ഓക്കെ, വീണ്ടും ഒരു പ്രേക്ഷകനുണ്ട്. ഹലോ. ഹലോ, നമസ്കാരം. ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ, പറഞ്ഞോ. എന്റെ പ്രശ്നം എന്നുണ്ടെങ്കിൽ പിന്നെ ടെൻഷൻ അല്ല, പിന്നെ നമുക്ക് കൂട്ടത്തിലുള്ള ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയിട്ടുണ്ട്. അമിത ഭയമല്ല, പക്ഷെ കൂട്ടത്തിലുള്ള ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയിട്ടുണ്ട്, നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് എന്തൊക്കെയോ പറ്റിയിട്ടുണ്ട്. അങ്ങനെ അമിതമായിട്ടുള്ള ഒരു പിന്നെ ഉത്കണ്ഠ. ഹലോ, പോയി. അതെന്താണ് പ്രേക്ഷകൻ പറഞ്ഞ പ്രശ്നം? എന്താ? അത് ഉത്കണ്ഠയാണ്. അത് ഉത്കണ്ഠ രോഗമാണ്. ഈ ഭയം ഇവരിതെല്ലാം റിലേറ്റ് ചെയ്യാൻ, ടെൻഷൻ വേറെയാണ്, ഉത്കണ്ഠ വേറെയാണ്, ഭയം വേറെയാണ്. ഫോബിയ എന്ന് പറയുമ്പോൾ ഫോബിയയുടെ ഭാഗമായിട്ട് ഉത്കണ്ഠയൊക്കെ വരാം. എങ്കിലും അദ്ദേഹം ഈ കൂട്ടുകാരെ ഓർത്ത് ബന്ധുക്കളെ ഓർത്തൊക്കെ ഉത്കണ്ഠപ്പെടുകയാണ്. അതൊരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ആ മനസ്സിൻ്റെ. ഫോബിയയുടെ കാറ്റഗറൈസ് ചെയ്ത് വരുന്ന ഒരു ഉത്കണ്ഠ എന്ന് വേണമെങ്കിൽ പറയാം. അതിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈക്കോതെറാപ്പി ട്രീറ്റ്മെൻറ്റിലൂടെ ആ ഉത്കണ്ഠ മാറ്റിയെടുക്കാൻ പറ്റും. മനസ്സിനെ നമ്മൾ പ്രോസസ്സ് ചെയ്ത് അതിനൊക്കെ കാരണങ്ങളുണ്ട്. ഇപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തി കൂടുതലായിട്ട് ഭയപ്പെടുന്നുണ്ട്, കൂടുതൽ ഉത്കണ്ഠപ്പെടുന്നുണ്ട്, അയാളുടെ ബാല്യം മുതലുള്ള കാര്യങ്ങളൊന്നും എടുത്ത് നമ്മൾ അനലൈസ് ചെയ്താൽ ഇവിടെയൊക്കെ കാണും അതിൻ്റെയൊക്കെ റീസൺസ്. കുറ്റബോധമായിരിക്കാം, അല്ലെങ്കിൽ അപകർഷതാബോധമായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നഷ്ടബോധമായിരിക്കാം, ജീവിതം പല കാര്യങ്ങളും അയാൾ നഷ്ടപ്പെടുത്തി കളഞ്ഞു, അല്ലെങ്കിൽ സംശയമായിരിക്കാം. ഇങ്ങനെയുള്ള വികാരങ്ങളാണ് പലപ്പോഴും ഈ അമിത ഭയത്തെ ഉണ്ടാക്കുന്നത്. എനിക്ക് ഓർമ്മയുണ്ട്, ഒരു കാർപ്പൻറ്റർ എൻ്റെ അടുത്ത് വന്നത്. അദ്ദേഹം പറഞ്ഞത് വെളുപ്പിന് 5 മണിക്ക് പുള്ളി എഴുന്നേറ്റ് പോകും ജോലി സ്ഥലത്ത്. അത് ദൂരെ പോയ പുള്ളി ജോലി ചെയ്യത്തുള്ളൂ. നാട്ടുകാരും അയൽവാസികളും ഒക്കെ ഉണരുന്നതിന് മുമ്പ് തന്നെ പുള്ളി ബൈക്കിൽ പോകും ജോലിക്ക്. രാത്രി ഒരു 8-9 മണിയായിട്ടേ വരത്തുള്ളൂ. കാരണം പരിചയക്കാരെ അറിയാവുന്നവരെ ആരെയും ഫേസ് ചെയ്യാൻ വയ്യ. അത്തരം വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ധാരാളം പേരുണ്ട് ഈ ഫോബിയയുടെ. അതിൻ്റെ റീസൺ നമ്മൾ അനലൈസ് ചെയ്തപ്പോൾ കുറ്റബോധമായിരുന്നു. ലൈംഗിക കുറ്റബോധം മനസ്സിൽ കിടന്നതാണ് പുള്ളിക്ക് ഈ ഫോബിയ ഉണ്ടാക്കി ആളുകളെ ഫേസ് ചെയ്യാൻ പറ്റാതായിപ്പോയത്. ആ രീതിയിലുള്ള കുറ്റബോധങ്ങൾ നമ്മൾ കളഞ്ഞെങ്കിലേ ഇവർക്ക് ആളുകളെ ഫേസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലെ ചെറുപ്പക്കാർ പലരും വിവാഹം കഴിക്കാതെ നിൽക്കുന്നുണ്ട്. ആണുങ്ങൾ പറയുന്നത് ഈ മിന്നുകെട്ട് ചടങ്ങ് മറ്റുള്ളവർ കണ്ടു നിൽക്കുമ്പോൾ അത് ഫേസ് ചെയ്യാൻ വയ്യ, അത് ഓർക്കുമ്പോൾ പേടിയാണ്. അതുകൊണ്ട് എനിക്ക് വിവാഹം കഴിക്കാൻ പോലും തയ്യാറാകാത്ത പുരുഷന്മാർ പലരും വന്ന് പരാതി പറയാറുണ്ട്. കാരണം സോഷ്യൽ ഫോബിയാണ് അതിൻ്റെ കാരണം. ആളുകളെ ഫേസ് ചെയ്യുന്ന ഓർക്കുമ്പോൾ അവർക്ക് അസ്വസ്ഥതയാണ്. അത് അനുഭവിക്കുന്നവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് അറിയത്തുള്ളൂ. മറ്റൊരാൾ കേട്ട ഇതിനെന്താ ഇത്ര പേടിക്കാൻ, ഇത് നിസ്സാര കാര്യമല്ലേ എന്നുള്ള ചോദ്യങ്ങളായിരിക്കും വരുന്നത്. പക്ഷേ ഫോബിയ വന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം അയാൾ അനുഭവിക്കുന്ന മാനസികമായ പ്രയാസങ്ങൾ വളരെ ഗുരുതരമാണ്, വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. അതിന് ഒരു തെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് പോയി സൈക്കോതെറാപ്പിയിലൂടെ മനസ്സിനെ പ്രോസസ്സ് ചെയ്ത് മാറ്റിയെടുത്തില്ലെങ്കിൽ അസ്വസ്ഥതയായി. ഓക്കെ, ഒരു പ്രേക്ഷകനുണ്ട് ഡോക്ടർ. ഹലോ. ഹലോ, ചോദിച്ചോളൂ. നമസ്കാരം ഡോക്ടർ. നമസ്കാരം, പറഞ്ഞോളൂ. എനിക്കൊരു എൻ്റെ മകള്
മകൾക്ക് വേണ്ടിയാണ് ചോദിക്കുന്നത്. മകള് ഒരു 8ാം സ്റ്റാൻഡേർഡ് കഴിഞ്ഞിടം മുതൽ, അതായത് മറ്റുള്ളവർ വളരെ നിസ്സാരമെന്ന് അവഗണിക്കാവുന്ന പ്രശ്നങ്ങൾക്ക് പോലും അമിതമായ ടെൻഷനും ആ ടെൻഷനെ തുടർന്നുണ്ടായി എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കാവോ, ചിലപ്പോ അങ്ങ് ഹൈലി പ്രൊവക്കേറ്റീവ് ആയി പോവും. അത് ഡെവലപ്പ് ചെയ്ത് വിവാഹവും കഴിഞ്ഞ ആളിന്റെ എത്ര 22 വയസ്സുണ്ട്. 22 വയസ്സാ. ആള് വയലന്റ് ആവുന്നു. ചില സമയത്ത് ആളങ്ങ് വയലന്റ് ആവും, അതായത് പിന്നെ കൺട്രോൾ വിട്ടുപോകും. അപ്പൊ അത് തരത്തിൽ നിവർത്തിയില്ല. സാറേ, അത് കൈ ഇരിക്കുന്ന സാധനം എന്താണെന്ന് വെച്ചാൽ ടെലിഫോണാണ്, ടെലിഫോൺ അത് എറിഞ്ഞുടയ്ക്കും. ഓക്കെ, അത് ഫോബിയ അല്ല, അത് ഡിപ്രഷൻ രോഗത്തിൻ്റെ ലക്ഷണങ്ങളാണ് കാണിക്കുന്നത്. വയലൻസ് വരിക, ദേഷ്യപ്പെടുക, അകാരണമായി പൊട്ടിത്തെറിക്കുക തുടങ്ങിയ കാര്യങ്ങളാണെന്നല്ലോ. അത് ഭയം കൊണ്ടുള്ളതല്ല. ഭയത്തിന് അങ്ങനെയുള്ള സിംറ്റംസ് ഇല്ല. അപ്പോൾ അത് ഡിപ്രഷൻ രോഗം ഉള്ളിൽ ഒരുപക്ഷെ കൗമാരപ്രായത്തിലൊക്കെയുള്ള ഡിപ്രഷൻ ആകുമ്പോൾ നമുക്ക് ഡിപ്രഷൻ്റെ എല്ലാ ലക്ഷണങ്ങളും വരത്തില്ല. കൗമാരക്കാരുടെ ഇടയിലെ ഡിപ്രഷന് ചില ലക്ഷണങ്ങളെ പുറത്ത് വരത്തുള്ളൂ. മൂടോടെ ഇട്ട് ഡിപ്രഷൻ എന്ന് പറയും. അത് ഡെവലപ്പ് ചെയ്ത് കുറേ കഴിയുമ്പോൾ ഡിപ്രഷനായിട്ട് അത് മാറും. അങ്ങനെ വരുന്നവർക്ക് ചില സമയങ്ങളിൽ ഇതുപോലെ അവർക്ക് പിടിച്ചിരിക്കാൻ പറ്റത്തില്ല, പൊട്ടിത്തെറിക്കും, ദേഷ്യപ്പെടും, അകാരണമായിട്ട് ദേഷ്യപ്പെടും, വയലൻ്റ് ആവുന്ന അവസ്ഥയൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതിന് ശരിയായ മനഃശാസ്ത്ര ചികിത്സ എടുത്തെങ്കിലേ അത് മാറ്റാൻ പറ്റത്തുള്ളൂ. ദീർഘനാൾ ചികിത്സ വേണ്ട ഒരു പ്രശ്നമാണോ അമിത ഭയം? അല്ല, നമ്മൾ മറ്റു മാനസിക രോഗങ്ങൾക്കൊക്കെയാണെങ്കിൽ സൈക്കോതെറാപ്പി നമ്മൾ 6 മാസമൊക്കെ ചെയ്യും. പക്ഷേ ഫോബിയയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ആവശ്യമില്ല. പിന്നെ ആളുടെ പ്രായം കൂടെ നോക്കണം, എത്ര നാളായിട്ട് ഇതുണ്ട്, ക്രോണിക് ലെവലിൽ കിടക്കുന്നതാണ്. എന്നാൽ തന്നെ ഒരു 2-3 മാസത്തെ ഞാൻ ചെയ്യുന്നത്, എൻ്റെ ക്ലിനിക്കിൽ ചെയ്യുന്നത് 2 to 3 months തെറാപ്പികളിലൂടെ ഇത് മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ്. അവരുടെ എക്സ്പോഷർ കിട്ടേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടാക്കണം. ഇപ്പോൾ സോഷ്യൽ ഫോബിയ ആണെന്നുണ്ടെങ്കിൽ അയാളെ എക്സ്പോസ് ചെയ്യിക്കണം, സമൂഹത്തിലോട്ട് ഇറക്കണം, അതിനെ തെറാപ്പിസ്റ്റ് സഹായിക്കണം, അതിനുള്ളതായ കാര്യങ്ങൾ ഗൈഡ് ചെയ്ത് അയാളെ വിടണം. അതോടൊപ്പം തന്നെ ഉള്ളിൽ ഇന്നർ ഫിയർ മാറാൻ, ഉൾഭയം മാറാൻ. ഭയം കിടക്കുന്നത് അയാളുടെ ബോധമനസ്സിലല്ല, ഉപബോധ മനസ്സിലോ അബോധ മനസ്സിലോ ഭയം കിടക്കുന്നത്. അതിനെ പ്രോസസ്സ് ചെയ്ത് കളയുകയും വേണം, ശക്തിപ്പെടുത്തുകയും ചെയ്യണം. അതോടൊപ്പം എക്സ്റ്റേണലായിട്ട് ഇയാളെ എക്സ്പോസ് ചെയ്യിച്ച് ആ സാഹചര്യങ്ങളും വ്യക്തികളോ അല്ലെന്നുണ്ടെങ്കിൽ വസ്തുക്കളുമായിട്ട് ഇയാളെ പൊരുത്തപ്പെടുത്തിക്കൂടെ വരികയും ചെയ്തു കഴിഞ്ഞാൽ മാറ്റിയെടുക്കാവുന്നുള്ളൂ. ഫോബിയ ഒരിക്കലും ഒരു മരുന്നുകൊണ്ട് മാറ്റാവുന്ന കാര്യമല്ല. ഏത് പ്രായക്കാരിലാണെങ്കിലും ഈ ചികിത്സ തീർച്ചയായും കൂടുതൽ ഏജ്ഡായ പ്രയാസമാണ്. ഒരു 10-80 വയസ്സായ ഒരാൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രയാസം, കാരണം ചിന്താമണ്ഡലത്തെ നമുക്ക് അങ്ങനെ പ്രോസസ്സ് ചെയ്യാൻ പ്രയാസം. ചെറുപ്പമാകുമ്പോൾ വളരെ എളുപ്പമായിരിക്കും. കുട്ടികളിലൊക്കെ അത് എളുപ്പം മാറ്റിയെടുക്കാൻ പറ്റും. ഈ കുട്ടികളിൽ ഒരു തവണ എന്തെങ്കിലും കാരണത്ത് ഇരുട്ടിനെയോ വെളിച്ചത്തെയോ വെള്ളത്തെയോ ഒക്കെ പേടിയുള്ള കുട്ടികളിൽ പിന്നീട് ഇതിന് ചികിത്സ എടുത്ത് വേറെ എന്തെങ്കിലും പ്രശ്നം ഫോബിയായി മാറാനുള്ള സാധ്യതയുണ്ടോ? ഒരു പ്രായം ചികിത്സ എടുത്തു എന്ന് കരുതി ഒരിക്കലും ചികിത്സയ്ക്ക് ശേഷം പൂർണ്ണമായി ഭേദമായ ശേഷം വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്? വേറെ എന്തെങ്കിലും പ്രശ്നത്തോടുള്ള അകാരണ ഭയം നമ്മൾ പൂർണ്ണമായിട്ട് ആ മൈൻഡ് സെറ്റിനെ മാറ്റി പ്രോസസ്സ് ചെയ്ത് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ അത് വരികയില്ല. നമ്മൾ കാണുന്നുണ്ട്. സോഷ്യൽ ഫോബിയ തന്നെ മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ അത് വരാറില്ല. പൂർണ്ണമായിട്ട് ആ വ്യക്തിയിൽ നിന്ന് അത് പോകും. പക്ഷേ സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മൾ പറയുന്ന പോലെ കാര്യങ്ങൾ അവിടെ അനുവർത്തിക്കണം. പിന്നെ സോഷ്യൽ ഫോബിയ നമ്മൾ മാറ്റി പിന്നെ ആളുമായിട്ട് സംസാരിക്കത്തില്ല, മനുഷ്യൻ്റെ പുറത്ത് ഇറങ്ങത്തില്ല, വീടിനകത്ത് തന്നെ ഇന്ന് കഴിഞ്ഞാൽ വീണ്ടും അത് വരാനുള്ള സാധ്യത. അപ്പോൾ അവരുടെ ലൈഫ് സ്റ്റൈലിൽ തന്നെ മാറ്റം വേണം. നമ്മൾ സൈക്കോതെറാപ്പി പറയുന്നുള്ള റീസ്ട്രക്ചറിങ് ഓഫ് ദ പേഴ്സണാലിറ്റി വന്നെങ്കിലേ ഇതൊക്കെ മാറ്റാനാകും. അത് മൈൻഡ് സെറ്റിനെ ആശ്രയിച്ചാണ്. വളരെയധികം നന്ദി ഡോക്ടർ. നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. മൈ ഡോക്ടറിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. നാളെ അടുത്ത വിഷയവുമായി കാണാം. നമസ്കാരം.